ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. മുകുന്ദമാല എന്ന ഭക്തികാവ്യത്തിലേക്ക് എല്ലാ സജ്ജന സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു, നമസ്കാരം ചെയ്യുന്നു. 24-ാമത്തെ ശ്ലോകമാണ്. വ്യാമോഹപ്രമചൗ പ്രശമൗഷധം മുനിമനോവൃത്തിപ്രവൃത്യൗഷധം ദൈത്യേന്ദ്രാർത്തികരൗഷധം ത്രിജഗദാം സഞ്ജീവനൈകൗഷധം ഭക്ത്യാത്യന്തഹിതൗഷധം ഭവഭയപ്രധ്വംസനൗകൗഷധം ശ്രേയപ്രാപ്തികരൗഷധം പിബമന ശ്രീകൃഷ്ണ ദിവ്യൗഷധം. ഇവിടെ ശ്രീകൃഷ്ണനാമം വീണ്ടും വീണ്ടും ഉച്ചരിച്ചാലുള്ള ഗുണത്തെയാണ് വർണ്ണിക്കുന്നത്. അതായത് അജ്ഞാനം കൊണ്ടുള്ള വ്യാമോഹത്തെ നശിപ്പിക്കുവാനുള്ള ഔഷധവും ഋഷിമാരുടെ മനോവൃത്തികളെ പ്രവർത്തിക്കുന്നതും. അതായത് വസിഷ്ഠ മഹർഷിയാണ് മൃത്യുഞ്ജയ മന്ത്രം ദർശിച്ചിട്ടുള്ളത്, വിശ്വാമിത്ര മഹർഷിയാണ് ഗായത്രി മന്ത്രം ദർശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഹർഷിമാരുടെ മനോവൃത്തികളെ പ്രവർത്തിക്കുന്നതും അസുരന്മാർക്ക് ദുഃഖമുണ്ടാക്കി തീർക്കുന്നതും. അസുരന്മാർ ദേവന്മാരുടെ ശത്രുക്കളാണല്ലോ, അതുകൊണ്ട് അസുരന്മാർക്ക് ദുഃഖമുണ്ടാക്കി തീർക്കുന്നതും 3 ലോകങ്ങളെയും രക്ഷിക്കുവാനുള്ള ഒരേ ഔഷധവും ഭക്തന്മാർക്ക് ഏറ്റവും സുഖം നൽകുന്നതും സംസാര ഭയത്തെ ഇല്ലാതാക്കുന്നതും ശ്രേയസിനെ പ്രാപിക്കാൻ സഹായിക്കുന്നതുമായ ഭഗവൻ നാമമാകുന്ന ദിവ്യ ഔഷധം അല്ലയോ മനസ്സേ, നീ പാനം ചെയ്താലും, അതായത് നമ്മൾ ആ ദിവ്യൌഷധം ആ മന്ത്രം ചൊല്ലിയാലും എന്നാണ് പറയുന്നത്. ഭഗവൻ നാമജപത്തിൻ്റെ ഗുണങ്ങളെ കാണിക്കുന്നതാണ് ഈ ശ്ലോകവും. നാമജപം കൊണ്ട് മനസ്സ് ശുദ്ധമാക്കുന്നവർക്ക് എല്ലാ സുഖവും സന്തോഷവും നൽകുന്നതായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. സംസാരത്തിൻ്റെ ദുഃഖങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ലെന്ന് അർത്ഥം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ.